ഹലോ ഹായ് എല്ലാവർക്കും നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്ന ഒരു നാടൻ തിരളിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ശർക്കര പൊടിച്ചതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 മുറി പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അത് പഴം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പിന്നെ ഒരു മയത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തേങ്ങ ചുരണ്ടിയതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ജീരകം, ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രം എടുത്ത് വെച്ച് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്കിട്ട് കുറച്ച് വെള്ളം, ശകലം വെള്ളമേ ചേർക്കാവൂ, ശകലം വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ശർക്കര പാനിയിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ശർക്കര പാനി ഒന്ന് ചൂടോടുകൂടി അരിച്ചൊഴിച്ച് മാറ്റി വയ്ക്കണം. അതിന് ശേഷം ഒരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. ഗോതമ്പ് മാവിലും ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഴം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു മയത്തിന് വേണ്ടിയിട്ടാണേ. പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ ജീരകം ചേർക്കുന്നതിന് പകരം നമ്മൾ ഏലക്ക പൊടിച്ച് കൊടുത്താലും മതി. ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുള്ള ശർക്കര പാനി നന്നായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കണക്കിന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു കയ്യിലിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കുന്നതനുസരിച്ചാണ് നമ്മളിതിൻ്റെ മയം വരുന്നത്. നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നല്ല മയം കിട്ടും. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല ഈ പരുവത്തിനാണ് നമുക്ക് മാവ് റെഡിയായി കിട്ടുന്നത്. നല്ല മയത്തിനാണ് ഇപ്പോൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വയനയില ഉണ്ടല്ലോ, ഇത് വയനയിലയെന്നും പറയും, തിരളി ഇലയെന്നും പറയും നമ്മളെ നാട്ടിൽ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഇതിൻ്റെ മരം, അതിൽ നിന്നാണ് പൊട്ടിച്ചെടുത്തേക്കുന്നത്. അതിന് തിരളി ഇലയെന്നും പറയും, വയനയിലയെന്നും പറയാറുണ്ട്. അതിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതെടുത്തിട്ട് ഇങ്ങനെ കുമ്പിൾ പോലെ ഇങ്ങനെ മടക്കി കോണായിട്ട് മടക്കി എടുക്കും നമ്മളതിനെ. എടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കുറേശ്ശെ എടുത്ത് ഫില്ലാക്കി കൊടുക്കും. കൈ കൊണ്ട് എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് നിറച്ച് കൊടുത്താലും നല്ലതാണ്. ഇതിങ്ങനെ ഈ രീതിയിലും മടക്കുമ്പോൾ നല്ല കാണാനൊരു ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. വേറെ രീതിയിൽ ഈ ഇല മടക്കി എടുക്കാറുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും ആൾക്കാർ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കുമ്പിൾ വഴക്കി എടുക്കുമ്പോൾ നല്ലൊരു കോണാകൃതി ഇരിക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഫില്ലാക്കി കൊടുക്കുക. എല്ലാ ഇലയിലും നമ്മൾ ഇത് നിറച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് നിറച്ചിട്ട് ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ അതിനകത്ത് തന്നെ കുത്തി വയ്ക്കാം. അപ്പോൾ അങ്ങനെ മറഞ്ഞിരിക്കും, നല്ലൊരു ഇതായിട്ടിരിക്കും. ഇനി നമ്മളിങ്ങനെ എല്ലാ ഇലയിലും ഇങ്ങനെ നിറച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൻ്റെ തട്ടും വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് തട്ട് വെച്ചിട്ട് അതിനകത്ത് ഇത് പറക്കി നിരത്തി കൊടുക്കണം. നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ നിറച്ചതിന് ശേഷം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ആവിയിലിരുന്നതങ്ങ് വേവും. നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എടുത്ത് നല്ല ആവിയുള്ള നല്ല ചൂടുള്ള തിരളിയപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതിൻ്റെ തിരളി ഇലയുടെ സ്മെല്ലും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ചായയിൽ കടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്നാക്സാണിത്. ഇതാകുമ്പോൾ ആവിയിൽ പുഴുങ്ങിയതായതുകൊണ്ട് കുട്ടികൾക്കൊന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തുമില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇതാണ് ഇതിൻ്റെ പാകം. തിരളിയപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.